സങ്കീർത്തനം 105:17. അപ്പോൾ അവിടുന്ന് അവർക്ക് മുമ്പേ ഒരുവനെ ഈജിപ്തിലേക്ക് അയച്ചു, അടിമയായി വിളിക്കപ്പെട്ട പൂർവ്വ യോസേപ്പിനെ തന്നെ. അവൻ്റെ കാലുകൾ വിലങ്ങുകൾ കൊണ്ട് മുറിഞ്ഞു, അവൻ്റെ കഴുത്തിൽ കഴുത്തുപട്ടം മുറുകി. പ്രിയപ്പെട്ടവരെ, പൂർവ്വ യോസേപ്പിൻ്റെ ജീവിതത്തിൽ വലിയ സങ്കടങ്ങളുടെ കാരാഗ്രഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ ദൈവം അവനെ ഫറവോയ്ക്ക് തുല്യനാക്കി ഉയർത്തിക്കൊണ്ട് അവൻ്റെ സങ്കടങ്ങളെല്ലാം അനുഗ്രഹമാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. വലുതേറി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളെയും അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എൻ്റെ നന്മയ്ക്കാണ് എന്ന വിശ്വാസത്തോടെ നമുക്ക് ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മൾ ആദ്യം പാടിയ പാട്ട് എല്ലാം നന്മയ്ക്കായി മാറ്റും. ആ നല്ല ദൈവത്തെ ഒന്ന് ആരാധിക്കാം. പഠിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ കരമുയർത്തിയടിക്കാം, കരമുയർത്തിയടിക്കാം. എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ, എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. ശിവനോടെ എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ, എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. രോഗപീഡയോ ജീവിത ക്ലേശഭാരമോ, എന്റെ കർത്താവിൽ നിന്നെന്നെ അകറ്റുകില്ല. എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ, എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ, എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. കരമുയർത്തിയടിക്കാം. സന്തോഷത്തോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷം ഇടപെടുമെന്ന പ്രത്യാശയോടെ നമുക്ക് കരമടിച്ചു പാടാം. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പാടാം, പരസ്പരം നോക്കി ചിരിക്കാം. കരുതുന്ന നാഥാനിൻ കരുണാദ്ര സ്നേഹത്താൽ കൈപിടിച്ചെന്നെ ഉയർത്തി കരകയറ്റിടണേ. പട്ടിണിയോ നഗ്നതയോ ആപത്തോ ആളുകളോ, രോഗമോ പീഡനമോ എന്തു വന്നാലും എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ, എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ, എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. സന്തോഷത്തോടെ, വിശ്വാസത്തോടെ
സഹനങ്ങളേറുമ്പോൾ ഉറങ്ങാത്ത രാത്രികളിൽ വേദനകൾ ഏറി എന്നും തേങ്ങി തളരുമ്പോൾ തീച്ചൂളകൾ പോൽ ദഹിപ്പിക്കും അഗ്നിയിൽ ഉറ്റവരോ സ്നേഹിതരോ കൈവിട്ടെന്നാലും എല്ലാം നന്മയ്ക്കായി മാറ്റും എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ. എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. ഇന്നീ രോഗപീഡയോ ജീവിത ക്ലേശഭാരമോ ഇന്നീ രോഗപീഡയോ ജീവിത ക്ലേശഭാരമോ എന്റെ കർത്താവിൽ നിന്നെന്നെ അകറ്റുകില്ല. എന്റെ കർത്താവിൽ നിന്നെന്നെ എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ. എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ. എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. മാറ്റും നാഥൻ ഹല്ലേലൂയ. എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ. എന്റെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. ആരാധന ആരാധന എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ. എന്നെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി മാറ്റും നാഥൻ ഹല്ലേലൂയ. എന്നെ കരങ്ങളിൽ താങ്ങും നാഥൻ ഹല്ലേലൂയ. ഇന്നീ രോഗപീഡയോ ജീവിത ക്ലേശഭാരമോ ഇന്നീ രോഗപീഡയോ ജീവിത ക്ലേശഭാരമോ എന്റെ കർത്താവിൽ നിന്നെന്നെ അകറ്റുകില്ല. എന്റെ കർത്താവിൽ നിന്നെന്നെ അകറ്റുകില്ല. ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ ചിന്തകളെ കർത്താവിൻ്റെ പക്കലേക്ക് ഈ രാത്രിയിൽ ഉയർത്താം. നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് അനുവദിച്ച എല്ലാ ക്ലേശങ്ങളെയും സന്തോഷപൂർവം സ്വീകരിക്കുവാനുള്ള ഹൃദയത്തിൻ്റെ അവസ്ഥ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ഒരു പൈതലായി എന്നെ മാറ്റണമേ. ജീവിതത്തിൻ്റെ ദുഃഖാനുഭവങ്ങളിലൂടെ മരുഭൂമികളിലൂടെ ഞാൻ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ അത് അങ്ങയുടെ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുന്ന് എന്നെ ഒരിക്കലും കൈവിടുകയില്ല. ഞാൻ നശിച്ചു പോകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ഞാൻ തകരുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അവിടുന്ന് എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തോടെ അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ അവിടുന്ന് ഈ രാത്രിയിൽ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ജീവിതത്തെ സമർപ്പിക്കാം. എല്ലാ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലേക്കും കർത്താവിൻ്റെ ആത്മാവിനെ ക്ഷണിക്കുക. പരിശുദ്ധ ദൈവമാതാവേ, ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവേയും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലത് കരയുയർത്തി ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമായിരിക്കും.
എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എ വ്യൂ ഫ്രം ദ സൂ, കാഴ്ച ബംഗ്ലാവിൽ നിന്നുള്ള ഒരു ദൃശ്യം. ഗാരി എഡ്മണ്ട് എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ടാണിത്. പ്രൈസ് ദി ലോർഡ്. എ വ്യൂ ഫ്രം ദ സൂ. ഒരു ജിറാഫ് തൻ്റെ കുഞ്ഞിനെ പിറന്നു വീണയുടനെ എപ്രകാരമാണ് ഓടുവാൻ പരിശീലിപ്പിക്കുന്നത് എന്ന് ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ തള്ള ജിറാഫ് ചെയ്യുന്നത് സാധാരണ ഏത് അമ്മയും ചെയ്യുന്ന കാര്യമാണ്. അമ്മമാർക്കറിയാം, കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ഉള്ളിലുള്ള ആഗ്രഹം ആ കുഞ്ഞിനെ കൺകുളിർക്കെ ഒന്ന് കാണുക എന്നുള്ളതാണ്. ഈ തള്ള ജിറാഫും അതുതന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ കഴുത്ത് ഒന്ന് നീട്ടി ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് അങ്ങ് നോക്കും. കുഞ്ഞിൻ്റെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയാണ്. ഇപ്പം കുഞ്ഞിന് വലിയ സന്തോഷമാണ്, അമ്മ എന്നെ നോക്കുന്നുണ്ടല്ലോ, അമ്മ എന്നെ നക്കും ലാളിക്കുമെന്നൊക്കെ ഈ കുഞ്ഞ് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അപ്രതീക്ഷിതമായി വളരെ ക്രൂരമായ ഒരു പ്രവൃത്തി ഈ തള്ള ജിറാഫ് ചെയ്യുന്നത്. അതിൻ്റെ പിൻകാലുകൾ ഉയർത്തി ഈ കുഞ്ഞിനെ വളരെ ശക്തിയായി തൊഴിക്കും. ഈ തൊഴി അപ്രതീക്ഷിതമാണ്, അത് വലിയൊരു ഷോക്കാണ്. അതുകൊണ്ട് ഈ കുഞ്ഞ് ഇതിൻ്റെ തൊഴിയിൽ അത് മുന്നോട്ടങ്ങ് നിരങ്ങി നീങ്ങാ വേദനയില്ല. അമ്മ വിടുകയില്ല. അതിൻ്റെ പുറകെ ചെന്ന് വീണ്ടും തൊഴിക്കും. കുഞ്ഞ് മുന്നോട്ട് നീങ്ങും, വീണ്ടും തൊഴിക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞ് പതുക്കെ തല പൊക്കും. തൊഴിക്കുമ്പോൾ ഈ കുഞ്ഞ് എഴുന്നേൽക്കുവാൻ ശ്രമിക്കും. അമ്മ തൊഴി നിർത്തുന്നില്ല. കുഞ്ഞ് ആദ്യമായിട്ട് എഴുന്നേൽക്കുകയാണ്. അതിൻ്റെ കുഞ്ഞു കാലുകൾ വിറയ്ക്കുന്നുണ്ട്. അമ്മ എന്താണ് ചെയ്യുന്നത്? ഇതിനെ താങ്ങി നിർത്തുന്നതിന് പകരം വിറയ്ക്കുന്ന കാലുകളിൽ വീണ്ടും ശക്തമായൊരു തൊഴി. അപ്പോഴെന്ത് സംഭവിക്കും? ഈ കുഞ്ഞ് താഴെ വീഴും. താഴെ വീഴുമ്പോൾ അമ്മ എന്ത് ചെയ്യും? ഈ കുഞ്ഞിനെ വീണ്ടും ശക്തമായി തൊഴിക്കുന്നു. തൊഴിക്കുമ്പോൾ ഈ കുഞ്ഞ് എഴുന്നേൽക്കുന്നു. എഴുന്നേൽക്കുമ്പോൾ തൊഴിക്കുന്നു, വീഴുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, വീണ്ടും അത് വീഴുന്നു. ഇങ്ങനെ കുറേ മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ കുഞ്ഞ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഓടുവാൻ ആരംഭിക്കുന്നു. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഈ കുഞ്ഞ് വളരെ വലിയ ഒരു ഓട്ടക്കാരനായിട്ട് മാറുകയാണ്, അമ്മയെപ്പോലെ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ തള്ള ജിറാഫിന് കുഞ്ഞിനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ ഈ കുഞ്ഞിനെ തൊഴിക്കുന്നത്? അല്ല എന്ന് മാത്രമല്ല, ഒത്തിരി സ്നേഹമുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ കാരണം? വലിയ കാട്ടുപ്രദേശത്താണ് ഈ കുഞ്ഞിന് തള്ള ജിറാഫ് ജന്മം നൽകിയിരിക്കുന്നത്. സിംഹവും കടുവയുമൊക്കെ എപ്പോഴും വരുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തള്ള ജിറാഫിന് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അതിനെ ഓടി രക്ഷപ്പെടാം. പക്ഷേ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യും? കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുകയില്ല. ഈ കുഞ്ഞിന് ഓടുവാനുള്ള പരിശീലനം ലഭിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും? സിംഹം വന്ന് ഈ കുഞ്ഞിനെ കടിച്ചു കീറി കൊല്ലും. തള്ള ജിറാഫ് ഈ കുഞ്ഞിനെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ദൃഷ്ടിയിൽ വളരെ ക്രൂരമായ ഒരു പ്രവൃത്തി ഈ തള്ള ജിറാഫ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരത്തെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഈ കഥ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരു പാരലൽ, ഒരു സാദൃശ്യം കാണുവാനായിട്ട് സാധിക്കും. ഈ തള്ള ജിറാഫിൻ്റെ സ്ഥാനത്ത് മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവത്തെ കാണാൻ സാധിക്കും. ഈ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് ദൈവം സ്നേഹിക്കുന്ന നമ്മെ ഓരോരുത്തരെയും കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കും കിട്ടുന്നുണ്ട് ജീവിതത്തിലെ ഇതുപോലെയുള്ള ചില തൊഴികൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ തൊഴി അപ്രതീക്ഷിതമാണ്. ഈ തൊഴി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അത് ചിലപ്പോൾ ഒരു അപ്രതീക്ഷിതമായൊരു രോഗമായിരിക്കാം. നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുന്നു,
ഇത് ഒരിക്കലും മാറാത്തൊരു രോഗമാണ്. വലിയൊരു തൊഴിൽ നമുക്ക് കിട്ടുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളൊരു വേദനയായിരിക്കാം, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മക്കളെക്കുറിച്ചുള്ള ഒരു വേദനയായിരിക്കാം, അതൊരു തൊഴിയാണ്. അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ ഞെരുക്കമായിരിക്കാം, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് മറ്റുള്ളവർ യാതൊരു അടിസ്ഥാനവുമില്ലാതെ പറയുന്ന അപവാദങ്ങളായിരിക്കാം, തെറ്റിദ്ധാരണയുടെ അനുഭവമായിരിക്കാം. ഈ തൊഴിൽ കിട്ടുമ്പോൾ നമുക്ക് വലിയ വിഷമമുണ്ടാകും. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ തള്ള ജിറാഫ് കുഞ്ഞിനെ തൊഴിക്കുമ്പോൾ ഈ കുഞ്ഞിന് ഒരിക്കലും പരിക്ക് പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കുഞ്ഞൊരിക്കലും തള്ളയുടെ തൊഴി കൊണ്ട് അത് ചാകുന്നില്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്താ? തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല. തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല, കാരണം ചവിട്ടുന്നത് തള്ളയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ചവിട്ടിയാൽ പിള്ളയ്ക്ക് ഒരിക്കലും കേടുവരികയില്ല. കേടുവരുന്ന രീതിയിൽ ഒരിക്കലും തള്ള ചവിട്ടുകയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മളെ ചവിട്ടുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് വേദനാജനകമാണെങ്കിലും നമ്മളിപ്പോൾ പാടിയ പാട്ടിൻ്റെ ആ അർത്ഥം ഹൃദയത്തിൽ സ്വീകരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ദൈവം നമ്മളെ ചവിട്ടുന്നത്. ചില ദുഃഖത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ട് ദൈവം അനുവദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അനുഭവങ്ങൾ ഇല്ല എങ്കിൽ, നമ്മളെ വേദനിപ്പിക്കുന്ന ഈ ഞെരുക്കുന്ന ദുഃഖകരമായ തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഒരുപക്ഷേ നമ്മുടെ ജീവൻ തന്നെ, നമ്മുടെ ആത്മാവ് തന്നെ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ദൈവമാണ് നമുക്ക് ഈ തൊഴി തരുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. He will hurt, he will beat you, he will kick you, but he will never let you down. ദൈവം നിങ്ങളെ പല പ്രാവശ്യം തൊഴിക്കും, ദൈവം നിങ്ങളെ പല പ്രാവശ്യം അടിക്കും, പക്ഷേ ഒരു കാലത്തും ദൈവം നിങ്ങളെ തകരുവാനായിട്ട് അനുവദിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെശയ്യായുടെ പ്രവചന ഗ്രന്ഥത്തിൽ 55 അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കാതെ ഓർക്കേണ്ട വാക്യങ്ങളാണ്. ദൈവം പറയുന്നുണ്ട്, യെശയ്യായുടെ പുസ്തകം 55:8-9 വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടേതിനേക്കാൾ വ്യത്യസ്തമായ ഒരു ചിന്തയാണ് എനിക്ക് ഉള്ളത്. നിങ്ങൾക്ക് സുഖമായി ജീവിക്കണം, എല്ലാം നന്നായി നടക്കണം എന്നുള്ളൊരു ചിന്തയാണ് എങ്കിൽ, ഈ ലോകത്തിൽ സുഖമായി ജീവിക്കണം എന്നുള്ള ചിന്തയാണ് എങ്കിൽ, എനിക്ക് നിങ്ങളുടെ ആത്മാവിനെയും രക്ഷിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല. വീണ്ടും പറയുന്ന അടുത്ത വാക്യം പറയുന്നു, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികൾ പോലെയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് ദൈവം ഇത് മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ചിന്തയും ദൈവത്തിൻ്റെ വഴിയും മനുഷ്യൻ്റെ ചിന്തകളേക്കാൾ, മനുഷ്യൻ്റെ വഴികളേക്കാൾ വ്യത്യസ്തമാണ് എന്ന് കാണിക്കാൻ ഒരു സാദൃശ്യം പറയുന്നുണ്ട്, ഒരു ഉപമ പറയുന്നുണ്ട്. ആകാശം ഭൂമിയേക്കാൾ എത്രയോ ഉയർന്നാണ് നിൽക്കുന്നത്. നമുക്ക് തൊടാൻ പറ്റുമോ? ആകാശത്ത് തൊടാൻ പറ്റുമോ? ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ ദൈവം പറയുകയാണ്, എൻ്റെ വഴികളും എൻ്റെ ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഞാൻ നിഷ്കളങ്കനാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആ കുഞ്ഞു ജിറാഫ് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എൻ്റെ തള്ള എന്തിനാണ് എന്നെ തൊഴിക്കുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാകാം. നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം. എൻ്റെ ദൈവമേ, ഞാൻ ഈ കാലം അത്രയും അങ്ങയോട് ചേർന്നാണ് നിന്നിട്ടുള്ളത്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, വിശുദ്ധമായി ജീവൻ നയിക്കുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് കൂടെ ഇങ്ങനെയുള്ള തൊഴികൾ എനിക്ക് കിട്ടുന്നത്, എനിക്ക് തരുന്നത് എന്ന് നിങ്ങൾ ഒരു കാലത്തും ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് ദൈവം നമ്മെ ഈ രാത്രിയിൽ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ പഴയ നിയമത്തിലെ ഒരു തൊഴി കിട്ടിയ മനുഷ്യൻ്റെ അനുഭവത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അത് തോബിത്ത് എന്ന മനുഷ്യനാണ്. തോബിത്ത് അദ്ദേഹം ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ നിങ്ങൾക്കറിയാം. അതിൽ
നഫ്താലി ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൽപ്പെട്ട എല്ലാ മനുഷ്യരും സത്യദൈവമായ യഹോവയെ ഉപേക്ഷിച്ചു ബാലിനെ ആരാധിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പക്ഷേ ഈ തോബിത്ത് അദ്ദേഹം തന്നെ സാക്ഷ്യം പറയുന്നുണ്ട് ആദ്യത്തെ അധ്യായത്തിൽ, എൻ്റെ കുടുംബക്കാരെല്ലാവരും എൻ്റെ ദൈവത്തെ ഉപേക്ഷിച്ചു പോയപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവര് ബാലിന് ബലികൾ അർപ്പിച്ചപ്പോൾ ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം പണം മുടക്കി ജെറുസലേമിൽ പല പ്രാവശ്യവും ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ബലിയർപ്പിക്കുവാൻ വേണ്ടി പോയിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ ദശാംശം പുരോഹിതന്മാർക്ക് നൽകിയിരുന്നു. അതിൻ്റെ ദശാംശം എടുത്ത് പാവങ്ങൾക്ക് നൽകിയിരുന്നു. ഇങ്ങനെ ദൈവത്തോട് ചേർന്ന് ജീവിച്ച വിശുദ്ധനായ നിഷ്കളങ്കനായ ഒരു വ്യക്തിയായിരുന്നു ആര്? തോബിത്ത്. നമ്മുടെ ഈ കുഞ്ഞ് ജിറാഫിനെ പോലെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ദൈവം ഇയാളെ തൊഴിക്കുകയാണ്. ഇയാൾ തടവുകാരനായി പിടിക്കപ്പെട്ടു. എന്ത് തെറ്റ് ചെയ്തിട്ടാ? തടവുകാരനായി പിടിക്കപ്പെട്ടു. മറ്റൊരു രാജ്യത്തേക്ക് അയാളെ കൊണ്ടുപോകുവാനായിട്ട് ദൈവം അനുവദിച്ചു. പിന്നീട് ഇയാളുടെ 2 കണ്ണുകളുടെയും കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ടത് അദ്ദേഹം വലിയൊരു സൽകൃത്യം ചെയ്തതിനിടയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ അക്രമികളാൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു എന്നറിഞ്ഞു. ആ മനുഷ്യനെ സംസ്കരിക്കുവാനായിട്ട് ആരുമില്ല. അനാഥനായിട്ട് അദ്ദേഹത്തിൻ്റെ ജഡം കിടക്കുകയാണ്. അത് അദ്ദേഹത്തിന് വലിയ വിഷമമായി. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ സംസ്കരിക്കുവാനായിട്ട് ആരുമില്ല, അദ്ദേഹത്തിന് പ്രാർത്ഥനകൾ നൽകുവാനായിട്ട് ആരുമില്ല എന്ന് അറിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കുവാനിരുന്ന ആ മനുഷ്യൻ ഈ വാർത്ത കേട്ടപ്പോൾ ഭക്ഷണം കഴിക്കാതെ ആ അനാഥ ശവമെടുത്ത് മറവ് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ വളരെ നല്ല ഒരു സൽപ്രവൃത്തി ചെയ്ത് ആരും സഹായിക്കുവാനില്ല. വളരെ ക്ഷീണിച്ച് തളർന്ന് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് മുകളിൽ നിന്ന് അവിടെ ഇരുന്ന മരത്തിലിരുന്ന കുരുവികൾ ഇദ്ദേഹത്തിൻ്റെ നേരെ കണ്ണിലേക്ക് കാഷ്ടിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളും കാഴ്ചശക്തി നഷ്ടപ്പെടുകയാണ്. ഈ മനുഷ്യൻ ഇതുകൊണ്ട് വളരെ ദുഃഖത്തോടെ കരഞ്ഞ് തകർന്നു പോയി. ഈ തൊഴി കിട്ടിയപ്പോൾ, ദൈവമേ, ഞാനിങ്ങനെ ജീവിക്കുമിനി, എനിക്കിനി ജീവിക്കേണ്ട ആഗ്രഹമില്ല, ഞാൻ മരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, എൻ്റെ ആത്മാവിനെ എൻ്റെ ജീവനെ അങ്ങ് എടുത്തുള്ളൂ എന്ന് അദ്ദേഹം ഹൃദയഭാരത്തോടെ കരഞ്ഞുകൊണ്ട് കർത്താവിനോട് പറയുകയാണ്. തള്ള ജിറാഫ് ഒരിക്കലും കുഞ്ഞിനെ ഉപേക്ഷിക്കുകയില്ല, അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞിൻ്റെ നിലവിളി, തോബിത്തിൻ്റെ നിലവിളി സ്വർഗത്തിലേക്കെത്തി. ദൈവം ഉടനെ കൽപ്പന കൊടുക്കുകയാണ്. തൻ്റെ ദൂതനായ റഫായേലിനെ തോബിത്തിനെ സഹായിക്കുവാനായിട്ട് അയക്കുകയാണ്. നമ്മൾ ആ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകുന്നു, തോബിത്തിൻ്റെ മകൻ തോബിയാസിന് ദൈവം ഒരുക്കി വെച്ചിരുന്ന ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനായിട്ട് ഈ അനുഭവത്തിലൂടെ ദൈവം വഴിയൊരുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് മാത്രവുമല്ല, തോബിത്തിൻ്റെ കാലഘട്ടത്തിലുള്ള എല്ലാ മനുഷ്യരും മരിച്ച് മണ്ണടിഞ്ഞു. നമ്മൾ ആരെയും ഇന്ന് ഓർക്കുന്നില്ല. ഉണ്ടോ? തോബിത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആരെങ്കിലും നമ്മൾ ഓർക്കുന്നുണ്ടോ? പക്ഷേ തോബിത്ത് ഇന്ന് അനശ്വരനായി മാറിയിരിക്കുകയാണ്. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരു പുസ്തകം എഴുതുവാൻ ദൈവം കൽപ്പന കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബൈബിളിലെ പുസ്തകങ്ങളിൽ ഒരു പുസ്തകം ദൈവത്തിന് വേണ്ടി ജീവിച്ച ഈ മനുഷ്യന്റെ പേരിലാണ് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നിങ്ങൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കുകയാണെങ്കിൽ, ദൈവ കൽപ്പനകൾ അനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ, ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ദുഃഖാനുഭവങ്ങൾ, കഷ്ടപ്പാടുകൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടായാലും നിങ്ങൾ ഒരിക്കലും അസ്വസ്ഥരാകേണ്ട. ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. ആത്യന്തികമായി നിങ്ങൾ തന്നെ വിജയം നേടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുനീര് കണ്ട് സന്തോഷിച്ചവരുടെ മുമ്പിൽ, നിങ്ങളെ അപമാനിച്ചവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ ഉയർത്തി നിർത്തുമെന്നത് തോബിത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിയെയും, യേശുവിന് വേണ്ടി ജീവിക്കുന്ന ഓരോ വ്യക്തിയെയും അനശ്വരനാക്കി മാറ്റുവാൻ
അനശ്വരയാക്കി മാറ്റുവാൻ യേശു നിശ്ചയമായി തീരുമാനിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ നമ്മൾ ആരാധനയ്ക്കായിരിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ സകല തൊഴികളെയും കുറിച്ച് പരാതിയില്ലാതെ ദൈവത്തിന് നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് ഈ രീതിയിലുള്ള ഒരു പരിശീലനം നൽകിക്കൊണ്ട് ശക്തമായിട്ട് ഓടുവാൻ, ഈ ലോകത്തിൽ തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ അങ്ങേക്ക് വേണ്ടി ഓടുവാൻ എനിക്ക് പരിശീലനം നൽകിയതിനെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, എൻ്റെ കണ്ണുനീരുകളെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവത്തിൻ്റെ കൃപയാകയാൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് നിങ്ങളെ വ്യക്തമായിട്ട് അറിയുന്ന പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുക. പുത്രനായ കർത്താവ് നിങ്ങളുടെ അടുത്തുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവിടുന്ന് സഹായകനാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വേദന അത് സ്വീകരിക്കാൻ പറ്റാതെ നിങ്ങൾ ഞെരുങ്ങുന്ന വ്യക്തിയായിരിക്കാം. സാരമില്ല, നിങ്ങളെ സഹായിക്കുവാനായിട്ടാണല്ലോ കർത്താവ് സഹായകനായ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തത്. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിനോട് ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുക. ഓ എൻ്റെ പരിശുദ്ധാത്മാവേ, ഈ വേദന സഹിക്കുവാനായിട്ട് എനിക്ക് ശക്തി നൽകണമേ. ഈ വേദനയിൽ ദൈവത്തിനുള്ള പദ്ധതി, എൻ്റെ ചിന്തകളേക്കാൾ, എൻ്റെ പദ്ധതികളേക്കാൾ ഉയർന്ന പദ്ധതിയുള്ള ദൈവത്തെ കാണുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ. ഈ വേദനയുടെ ഭാരം എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. എൻ്റെ മനസ്സിനെ പഞ്ഞി പോലെ ലഘുവാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വരും. ഈ ലോകത്തിന് നൽകുവാൻ പറ്റാത്ത വലിയൊരു ആനന്ദം നൽകുന്നവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ലോകം നിങ്ങളെ കൈവിട്ടാലും, നിങ്ങളുടെ ഉറ്റവർ നിങ്ങളെ കൈവിട്ടാലും, എല്ലാവരും നിങ്ങളെ ഉപേക്ഷിച്ചാലും ഒരിക്കലും ഉപേക്ഷിക്കാത്തവനായ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കുന്നു. ആ ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. ശക്തമായ കരങ്ങളിൽ സംഭവിക്കുന്ന അവിടുത്തെ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുക. ദൈവമേ, ജീവിതകാലം മുഴുവനും അങ്ങയോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശീലനത്തിന് അതിന് വേദനാജനകമാണെങ്കിൽ പോലും കർത്താവെ, സ്വമനസ്സാലെ സന്തോഷത്തോടെ വിധേയപ്പെടുവാൻ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ മനസ്സിലെല്ലാ ഭാരങ്ങളെ ഈ നിമിഷങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ദുഃഖാനുഭവങ്ങൾ, കർത്താവെ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചിന്തകൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ സമർപ്പിക്കുന്നു. രോഗത്തിൻ്റെ അവസ്ഥകളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയുണ്ട്. കർത്താവെ, അപമാനങ്ങളുടെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. കർത്താവെ, ഞങ്ങൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കർത്താവെ പലപ്പോഴും എന്നെ പലരും കുറ്റം പറഞ്ഞിട്ടുണ്ട്. കർത്താവെ, എല്ലാ വേദനകളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതെല്ലാം അനുവദിച്ചത് അവിടുന്ന് മാത്രമാണെന്ന് ഞാൻ അറിയുന്നു. കർത്താവെ, ഞാൻ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. കർത്താവെ, ആ ജിറാഫ് കുഞ്ഞ് തള്ള ജിറാഫിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് പോലെ കർത്താവെ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് നൽകണമേ. എൻ്റെ മനസ്സിനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ലോകമെമ്പാടുമുള്ള അങ്ങയുടെ മക്കളെ അവിടുന്ന് കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളിലേക്ക് അവിടുന്ന് കടന്നു ചെല്ലണമേ. അവരുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് കരങ്ങളിൽ എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വേദനകളാൽ ദുഃഖിക്കുന്ന, മനമൊരുകിക്കഴിയുന്ന, വിങ്ങിക്കഴിയുന്ന എല്ലാ മാതാപിതാക്കളെയും ഈ രാത്രിയിൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ശിരസ്സുകളിൽ അവിടുന്ന് കരങ്ങൾ വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പേരിൽ വേദനിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികളായിരിക്കുന്നവരെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏകാന്തതയുടെ അനുഭവങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങയെ കാണുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഓ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന കർത്താവെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കരങ്ങളെ ഉയർത്തി, മനസ്സുയർത്തി, കണ്ണുകളെ അടച്ച് യേശുവിനെ കണ്ടുകൊണ്ട്, ഞങ്ങളെ അനുഗ്രഹിക്കുന്നവനായ ദൈവത്തെ കണ്ടുകൊണ്ട് ശബ്ദമുയർത്തി കർത്താവിനെ ആരാധിക്കാം. എല്ലാ ബന്ധനങ്ങളും മാറിപ്പോകട്ടെ. ഞങ്ങളുടെ കൈകളിലിട്ടിരിക്കുന്ന ചങ്ങലകൾ കർത്താവിൻ്റെ സ്തുതിയുടെ നാമത്തിൽ ആ സമയത്ത് അഴിഞ്ഞ് താഴെ വീഴട്ടെ. കർത്താവിൻ്റെ സ്വാതന്ത്ര്യത്താൽ നിങ്ങളുടെ മനസ്സുകൾ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞങ്ങൾക്ക് വേണ്ടി വേദന സഹിച്ചവനായ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനായ കർത്താവേ, ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും ഈ രാത്രിയിൽ ത്രിത്വൈക ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്തണമേ. ഞങ്ങളെക്കാൾ എത്രയോ അധികമായ വേദന അമ്മ അനുഭവിച്ചു. സ്വന്തം തിരുക്കുമാരൻ, ദൈവപുത്രൻ, പരമപരിശുദ്ധൻ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ കുരിശിൽ തൂക്കി കൊല ചെയ്യപ്പെടുമ്പോൾ അത് കണ്ടു നിന്ന് അമ്മയുടെ വേദന എത്രയോ വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. അമ്മയുടെ വേദനയോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ വേദനകൾ എത്രയോ നിസ്സാരമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വേദനകൾ മനസ്സിലാക്കുവാനായിട്ട് അമ്മയ്ക്ക് സാധിക്കും. അമ്മയെ തളർന്നു വീഴാതെ ഞങ്ങളും ഗാഗുൽത്തായിലേക്ക് നടക്കുവാൻ, കർത്താവിൻ്റെ ഉത്ഥാനത്തിൽ ഞങ്ങളും പങ്കുചേരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാലോമാകുന്ന ഈ മഹാകുടുംബത്തെ ഈ രാത്രിയിൽ പ്രത്യേകമായി അമ്മ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. ഞങ്ങളുടെ അമ്മയെ സ്വർഗത്തിൻ്റെ രാജ്ഞി സകല മാലാഖമാരോട് വിശുദ്ധന്മാരോട് ചേർന്നുകൊണ്ട് അമ്മയുടെ നാമം ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ നാഥനായ വിശുദ്ധ യോസഫ് പിതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.